2 Corinthians 1:3 മനസ്സിലുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതായ ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊടുത്ത ടൈറ്റിൽ ഇതായിരുന്നു, സ്ട്രെങ്തനിങ് ടു കംഫോർട്ട്, ആശ്വസിക്കാനായി ധൈര്യപ്പെടുത്തുന്നു. നമ്മളെ ആശ്വസിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ അതിനൊരു മീഡിയേറ്റർ വേണം. ആരുമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സ്വന്തമായിട്ട് തന്നെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മളെ കഷ്ടങ്ങളിൽ കൂടി കടത്തിവിടുന്നു. എന്തിനാണ്? കഷ്ടങ്ങളിൽ കൂടി കടത്തിവിടുമ്പോൾ കഷ്ടത്തിലൂടെ തള്ളിയിട്ടിട്ട് മാറി നിൽക്കുന്നതല്ല ദൈവം. ഇനി ദൈവം അയക്കാത്ത കഷ്ടതയാണ് യോബിൻ്റെ കൂട്ട് സാത്താൻ കൊണ്ടുവന്ന കഷ്ടതയാണെങ്കിലും ദൈവം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കഷ്ടങ്ങളുടെ ഏറ്റവും അടുത്ത തുണയായി നമ്മളോട് കൂടെ നിൽക്കുന്നു. നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അല്ല, ഇന്ന് കുറച്ചുകൂടെ ശാന്തമായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഈ കഷ്ടത്തിലെല്ലാം നമുക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട്. രോഗത്തിന് സൗഖ്യം ലഭിക്കുന്ന പോലെ തന്നെ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട്. ഈ ആശ്വാസമാണ് നമ്മളുടെ ഡിപ്പോസിറ്റ്. ആ കഷ്ടതയിൽ കൂടി നമ്മൾ പോയപ്പോൾ ലഭിച്ച ആശ്വാസം നമുക്കൊരു മുതൽക്കൂട്ടാണ്, ഒരു ഡിപ്പോസിറ്റ്. ഇതെന്തിനാണ്? ഇത് അതുപോലെ കഷ്ടതയിൽ കൂടി പോകുന്ന വേറൊരാളെ ആശ്വസിപ്പിക്കാനായിട്ടാണ്. സ്തോത്രം. ഏത് കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏത് കഷ്ടത്തിനുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടത്. അപ്പോൾ അതിന് എല്ലാവരെയും ഒന്നും പറ്റത്തില്ല. ഇനി എല്ലാവരും ആശ്വസിപ്പിച്ചാൽ കഷ്ടം അനുഭവിക്കുന്ന ആളിനെ ഏറ്റെടുക്കാനും പറ്റില്ല. ആ കഷ്ടത്തിൽ കൂടി അല്ലെ സമാനമായ കഷ്ടത്തിൽ കൂടി കടന്നു പോയോ അവർ കൈക്കൊണ്ട ആശ്വാസം ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ അത് റിസീവ് ചെയ്യുന്ന ആളിന് ആശ്വാസമായിട്ട് ഭവിക്കത്തുള്ളൂ. പൗലോസ് ഇവിടെ പറഞ്ഞു, വലിയ കഷ്ടത്തിൽ കൂടി ഞങ്ങൾ കടന്നുപോയി, പക്ഷെ അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വലിയ ആശ്വാസവും ലഭിക്കും. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, 5-ാം വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്താണ്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നമ്മുടെ ചിന്തയിലുള്ള മുഴുവൻ ക്രൂശികളുണ്ടോ? അത് നമുക്ക് ആർക്കിലുണ്ടോ? ഇല്ല. അത്രമാത്രം കഷ്ടത്തിൽ കൂടുതൽ നമ്മൾ ആരും കടന്നു പോയിട്ടില്ല. കഷ്ടതയുടെ ക്ലൈമാക്സ് കണ്ടവരാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. സ്തോത്രം. ഇവിടെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ. അത് പല വിധത്തിലാണ്. ഒരുവൻ ദൈവവിധലായി തീർന്നാൽ പല കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വേദന മാത്രമല്ല, ശരീരത്തിന്റെ വേദന മാത്രമാണ് കഷ്ടങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സാമ്പത്തിക ക്ലേശം ഒരു വലിയ കഷ്ടം. പണ്ടത്തെ നമ്മുടെ കഷ്ടം എന്ന് പറയുന്നതെല്ലാം കഴിഞ്ഞ തലമുറയിലെ ദൈവമക്കളുടെ കഷ്ടം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തോടകാത്തരായിരുന്നു. നല്ല അധ്വാനിക്കാൻ കരുത്തുള്ള ശരീരവും, ഒരു വീട്ടിൽ തന്നെ 3-4 പശുക്കളും 7-8 കുട്ടികളും, അവിടെ അതിൻ്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ സാമ്പത്തിക ക്ലേശം ഉണ്ടായിരുന്നു. അത് വലിയൊരു കഷ്ടമാണ്. പല കുട്ടികളെയും പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ അപ്പനോടൊപ്പം സഹായത്തിന് പലർക്കും പഠിക്കാൻ പറ്റിയില്ല. പെൺകുട്ടികളെ
ദൂരദേശത്തേക്ക് നേഴ്സിംഗിന് പഠിക്കാനായിട്ടൊക്കെ അയക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ അന്നത്തെ അവരുടെ കഷ്ടം എന്തായിരുന്നു? സാമ്പത്തികമായി. അതൊരു കഷ്ടമാണ്. വേറൊരു കഷ്ടമാണ് നിയമപ്രശ്നങ്ങൾ. നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് നിയമപ്രശ്നമൊന്നും വരത്തില്ലെന്ന് ആരും ചിന്തിക്കണ്ട. നമ്മൾ കേസ് കൊടുത്തില്ലെന്നിരിക്കട്ടെ, വേറെ ഒത്തും നമുക്ക് വേണ്ടി കേസ് കൊടുത്താൽ എന്തായി? നമ്മൾ കൊടുക്കും. നമ്മൾ വാദിയായി അല്ലെങ്കിൽ അവർ പ്രതിയായി അങ്ങനെ തിരിച്ചു നിർത്തി നമ്മളായിട്ടൊന്നും ചെയ്യാതിരുന്നാണ്. അതൊരു കഷ്ടമാണ്, അതൊരു ടെൻഷനാണ്. അങ്ങനെ കഷ്ടം വരുമ്പോൾ ഇട്ടിട്ട് ഓടാനുള്ളതല്ല ക്രിസ്ത്യാനികൾ. എല്ലാം ഫേസ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു കഷ്ടത്തിലും പതറാതെ, രോഗമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നിയമപരമായിട്ടുള്ളതാകട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ളതാകട്ടെ, ഏതുവിധ കഷ്ടം തരുന്നതിനേക്കാൾ ഒരു നല്ല പദം ഏതുവിധ മനപ്രയാസവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുമ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നോ നമ്മളെ എടുത്ത കൃപയിൽ നിന്നോ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നൊന്നും ഓടി ഒളിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ആരും എന്നുള്ളത് ഇന്ന് ഓർക്കണം. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഓടി ഒളിച്ചെന്ന് വരാം ഏലിയാവിനെ പോലെ. പക്ഷെ ദൈവം പുറകെ വിട്ട് ശക്തീകരിച്ചു കൊണ്ടതില്ലേ ഏലിയാവിനെ. മാനുഷികമായ രീതിയിൽ നമ്മൾ തളർന്നു കിടക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് അയച്ച് നമ്മളെ ഇപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ലെ നമ്മൾ അതിന്ന് ഫീൽഡിൽ കാണത്തില്ല. അപ്പോൾ കഷ്ടങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാലും ഭയന്നു പോകും. അത് മാനുഷികമാണ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഭയങ്കര നമ്മൾ ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാനിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹം ഭയന്നു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 8-ാം വാക്യം വായിച്ച് സഹോദരന്മാരെ അതാണ് അടുത്ത സ്റ്റെപ്പ്. കഷ്ടതയിൽ ദൈവസന്നിധിയിൽ ശരണപ്പെട്ടില്ലെങ്കിൽ, ദൈവകൃപയിൽ നിലനിന്നില്ലെങ്കിൽ അടുത്ത ലീഡ് ചെയ്യുന്ന എങ്ങോട്ടാണെന്നറിയാം? നിരാശയിലേക്ക്. നിരാശ. പൗലോസിന് നിരാശ വന്നില്ലേ? നിരാശ എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലാത്ത അവസ്ഥ. എല്ലാം നെഗറ്റീവായി കാൽക്കുലേറ്റ് ചെയ്യുകയും സങ്കല്പിക്കുകയും അതിനോടനുബന്ധിച്ച് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അത് രാവിലെയും വൈകിട്ടും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ കൊണ്ടുവന്നിട്ട് നമുക്കുള്ള ആരോഗ്യം പോകാം. മനുഷ്യ സഹജമാണ്. ഭയപ്പെടുന്നതും നിരാശയും വരും. ഇവിടെ പൗലോസ് പറയുന്നു ജീവനോട് ഇരിക്കുമോ എന്ന് പറഞ്ഞാൽ മരണഭയം. അതല്ലേ എൻ്റെ അർത്ഥം? ജീവനോട് ഇരിക്കുമോ എന്ന് തോന്നുമാറ് ഞങ്ങൾക്കൊരു പവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അതിന്റെ മേളിലായി പോയി നിരാശ. അത്രമാത്രം ഭാരം അനുഭവിക്കേണ്ടി വന്നു. ആശയുണ്ടായ കഷ്ടം എന്താണെന്ന് ഇവിടെ വിവരിക്കുന്നില്ല. പക്ഷെ അടുത്ത വാക്യമാണ് വിജയത്തിന്റെ വാക്യം. എന്താണ് വാക്യം? സെൽഫായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഫോർമുലയിലും ആശ്രയിച്ചില്ല. അവിടെയാണ് വിജയം. ഹല്ലേലൂയ. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടേതായ ചിന്തിക്കും. നിങ്ങൾ ചിന്തിച്ചു ചോദിക്കും, ഞാനും അങ്ങനെയാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ദൈവം ഒരിക്കൽ പദ്ധതിയിൽ കൂടെ നടത്തിയിട്ടുണ്ട് ഇതുവരെ. അതെല്ലാം നമുക്ക് ആദ്യം അല്പം വേദനയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് 30 വർഷമായുള്ള 40 വർഷമായുള്ള 18 വർഷമായുള്ള ഏറ്റവും സാക്ഷ്യം പറഞ്ഞ കേട്ടോ സ്വത്രം അങ്ങനെ വർഷങ്ങളായിട്ട് പിന്നിട്ട വഴികൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കടന്നുപോയ ഭാരങ്ങളിലൊക്കെ അറിയുക ദൈവത്തിന്റെ കരം നമ്മളോട്. ഒരു കാര്യം എന്നും പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കയ്യെന്ന് വിടരുതേ. സ്വത്രം. നമ്മളിങ്ങനെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ അവർ കയ്യിൽ നിന്ന് കുതിരി അങ്ങ് പോവാണ്. കാരണം അവരുടെ ചിന്ത അവർക്ക് തന്നെ നടക്കാൻ വേണ്ടത്. അപ്പൊ ഈ നമ്മൾ കയ്യെ പിടിക്കുന്ന അവർക്ക് ഇഷ്ടം അല്ല, ഇറങ്ങിയിട്ടൊന്ന് പിടിച്ചു വയ്ക്കും. പക്ഷെ കയ്യിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ അവർക്കുള്ള ഓണം. ഞാനല്ലേ പല മമ്മിമാരും ഇവിടെ ചെയ്ത് അവരുടെ പാട്ടുകാരൻ പറഞ്ഞ് കൊടുങ്കാറ്റുണ്ടി വനദേശത്തിന് പ്രിയനെതിരെ ഇവിടെ വിട്ടുപോയാൽ ഈ പാറി കൊടുങ്കാറ്റ് നമ്മൾ എന്ത് ചെയ്യും?
അടിച്ചെടുത്തോണ്ട് പോവും. അതുകൊണ്ട് കർത്താവ് നീ എന്റെ കയ്യിൽ നിന്ന് വിടരുത്. ഞാൻ കുതിരി പോകാനൊക്കെ ചിലപ്പോൾ പരിശ്രമിച്ചെന്നിരിക്കും, പക്ഷെ എന്നെ വിടല്ലേ, എന്റെ വലങ്കയിൽ മുറുകെ പിടിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച, അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ഭക്തനായിരുന്നു ആസ. തനിക്കൊരു ഷുവറിറ്റി ഉണ്ടായിരുന്നു. താൻ കടന്നുപോയ കഷ്ടതയിലൊക്കെ ഫ്രീക്വന്റ്ലി താൻ സിക്കായിരുന്നു, എങ്കിലും തനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാ നീ എന്നെ നടത്തുന്നു. സ്വന്തം ഒരു ദൈവത്തിനുള്ളതായ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും പൗലോസ് ഒന്നിനെ കുറിച്ചും അതിനകത്ത് എന്തോ തോന്നുന്നു. നമ്മൾ പലപ്പോഴും സാമ്പത്തികം മാത്രമാണ് ചിന്തിക്കുന്നത്. സാമ്പത്തികം മാത്രമല്ല, കാരണം അതിന് മുകളിലും താഴെയൊക്കെ എഴുതിയിരിക്കുന്ന വിഷയങ്ങളുടെ സാമ്പത്തികമായിരുന്നു. ഞാൻ മക്കളിൽ നിന്ന് പുറപ്പെട്ടാണ്, ഫിലിപ്പിയരെ ഞാൻ മക്കളിൽ നിന്ന് പുറപ്പെട്ടാണ്, നിങ്ങൾ മാത്രമല്ലാതെ വരവ് കാര്യത്തിൽ ആരും എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. ഉള്ളതുകൊണ്ട് തൃപ്തനായിരിക്കാൻ എനിക്കറിയാം, അല്ലേ? ഉള്ളതുകൊണ്ട് വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് താഴോട്ട് വന്നിട്ട് പറയുന്നു. അപ്പോൾ അതൊരു ഫൈനാൻഷ്യൽ മാറ്ററാണ്. എന്നിട്ട് താഴോട്ട് വന്നിട്ട് പറയുന്നു, ഹല്ലേലൂയ, ആ ഒന്നിനെ കുറിച്ചും അതിനകത്ത് എന്തൊക്കെ കേരളം പറയാം. രോഗത്തെക്കുറിച്ചും വിചാരപ്പെടരുത്, മരണത്തെക്കുറിച്ച് തീരെ വിചാരപ്പെടരുത്, പിന്നെന്താ, ആരോഗ്യത്തെക്കുറിച്ച് വിചാരപ്പെടുക. എല്ലാറ്റിനും എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ, അതാണ് സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. അത്രേ വേണ്ട. സത്യത്തിൽ അതാ ചെയ്യേണ്ടിയെന്നാണ് പറയുന്നത്. അതിന് പകരം നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസേനയിൽ വെച്ച വിഷയങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് നമ്മൾ ചോദിക്കുന്നതിലും നിരക്കുന്നതിലും ഒക്കെ ബെറ്ററായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുന്നു. മാറാം എന്നുള്ള വായിച്ച ഭാഗം. അടുത്ത സ്റ്റെപ്പ് കഷ്ടതയിൽ. ഒരു മനുഷ്യൻ ആദ്യത്തെ സ്റ്റെപ്പ് കഷ്ടതയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിരാശ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, അത് ആശ്രയമാണ്. സ്തോത്രം. ദൈവത്തിലേക്ക് ആശ്രയിക്കുക, ദൈവ ആശ്രയ ബോധം. അതെങ്ങനെ വരുന്നത്? നിരാശ നമ്മളെ ഭരിച്ചു കഴിഞ്ഞാൽ പാട്ടൊക്കെ ഒത്തിരിയുണ്ട്. നിരാശ ഇങ്ങനെ തൊടുകയില്ല, പാടുമ്പോൾ തന്നെ നമുക്ക് നിരാശ കിട്ടും. അതിന് ഓവർകം ചെയ്ത് പറയാൻ വലിയ പാടാണ് പ്രിയപ്പെട്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇടപെടാൻ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതിനെ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. നാവ് കൊണ്ട് ഒന്നുന്നില്ലെങ്കിലും നാവ് പൊക്കി സ്തോത്രം പറയണം, ദൈവത്തെ സ്തുതിക്കണം. ഇതിൽ ഞാൻ നടന്നു പോകാൻ ഇടയാകരുത് കർത്താവേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ബലപ്പെടുത്തി ഒരുക്കിയെടുക്കണം. അതാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. അവിടെ നിന്നല്ലാതെ എനിക്കൊരു ആശ്രയമില്ല. ഡോക്ടർമാരല്ല എന്റെ അവസാന ആശ്രയം, മരുന്നുകളല്ല എന്റെ അവസാന ആശ്രയം, കമ്പനിയുടെ ബോസ് അല്ല എന്റെ ആശ്രയം, നീയാണ് എന്റെ ആശ്രയം, അവിടുന്നാണ് എന്റെ ആശ്രയം, അവിടുന്നാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ മാറോട് ചേർന്ന് 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 നിൽക്കുമ്പോ നോക്കി മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ അപ്പൊ പൗലോസ് എന്ത് ചെയ്തു? എല്ലാം എഴുതി കണക്ക് കൂട്ടി ക്ലോസ് ചെയ്തു. മരിക്കുമെന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് വന്നു. നിങ്ങളെല്ലാം അങ്ങനെ കണക്കൂട്ടി നടക്കുന്നുണ്ടോ? ഏതായാലും ഒരു ദിവസം മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അടുത്ത മാസം 10-ാം തീയതി മരിക്കുന്ന ഉള്ളിൽ കണക്കൂട്ടി നടന്ന, അല്ലെങ്കിൽ 15-ാം തീയതി, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡേറ്റ് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു വയ്ക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ട അവസരമാണിത് പൗലോസിന്റെ. ഏതാണ് ഇനി ഞാൻ ഐ ആം നോ മോർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഈ വാക്യം എനിക്ക് വളരെ ധൈര്യം തന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി താൻ കടന്നുപോയി. ഹല്ലേലൂയ. അങ്ങനെ കടന്നുപോയ ധാരാളം ഭക്തന്മാരുണ്ട്. ഏലിയ അങ്ങനെ കടന്നുപോയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇസബേൽ തന്നെ കൊല്ലും. സ്തോത്രം. ഞാൻ ഏതാനും ദിവസങ്ങൾക്കകം മണിക്കൂറുകൾക്കകം മരണപ്പെട്ടു. മരിക്കുന്നുള്ളിൽ നിർണയിക്കേണ്ടി
വന്നു. അടുത്ത വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. കഴിഞ്ഞ സമയം കുറവുണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്താ സന്തോഷമില്ലേ? സ്തോത്രം. പൗലോസിനും കൂട്ടർക്കും ഒന്നും സംഭവിച്ചില്ല. ആശയം കഴിഞ്ഞ് അവർ എത്രയോ സ്ഥലത്ത് പോയി. തിരിച്ച് മൂന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് തിരിച്ച് യെരൂശലേമിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വരുന്ന വഴിക്ക് ഫിലിപ്പോസിന്റെ വീട്ടിലൊന്ന് കയറി. ഫിലിപ്പോസ് 70 അന്ന് ആദ്യത്തെ കമ്മിറ്റിയിൽ നേശങ്ങൾ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത 70 ഫിലിപ്പ്. അന്ന് ഫിലിപ്പ് വിവാഹം കഴിച്ചാൽ നമുക്കറിയത്തില്ല. ഈ ഫിലിപ്പിന് ആകെ ഒരു ശുശ്രൂഷ ഉള്ളായിരുന്നു. എന്തായിരുന്നു? എത്യോപ്യ രാജ്ഞിയോടെ ഭണ്ഡാര വിചാരകനായ ഷണ്ണൻ അതുവഴി പാസ് ചെയ്ത് പോകുന്നു. അതിനു മുമ്പ് നീ എന്ത് ചെയ്യണം? നീ എഴുന്നേറ്റ് ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ബാക്കി അറിയത്തില്ല അവർക്ക്. അപ്പോസ്തല പ്രവൃത്തി ഭയങ്കര ക്രൂസൈഡ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാരാൽ അടയാളങ്ങൾ നടന്നതിൽ കൂടുതൽ ഫിലിപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഭൂതബാധിതരും പ്രേതബാധിതരും ക്ഷുദ്രക്കാരും എല്ലാം വന്ന് ഭയങ്കര ക്രൂസൈഡ് നടന്ന് ഭയങ്കര ജനക്കൂട്ടം തന്നെ തിക്കി നിറക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് നീ എഴുന്നേറ്റ് ആരും ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് പോകണം. പക്ഷെ ഇപ്പൊ പോകണം. കാരണം തേരിന് ഭയങ്കര സ്പീഡുണ്ട്. നീ ലേറ്റ് ആയാൽ ഷാണൻ എന്ത് ചെയ്യും? പാസ് ചെയ്തു. പിന്നെ അവനെ കിട്ടത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് പോകണം. ഫിലിപ്പോസ് അവിടെ എത്തി തേരിനോട് ചേർന്ന് നടന്നു. നമുക്ക് ആ ഭാഗം അറിയാം. എങ്കിലും പറയാനൊരു ഭയങ്കര ഉത്തേജനം ഉണ്ടായിരിക്കും. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. ഷണ്ണൻ പറഞ്ഞ പൊരുൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? കേട്ടിരുത്തി തേരില്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് വായിച്ചുകൊണ്ട് പോയത്. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കൊടുത്തു. അവർ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. എത്തിയപ്പോൾ ഷണ്ണൻ ചോദിച്ചു, ഇതാ വെള്ളം. സുവിശേഷനകത്ത് സ്നാനവും വെള്ളവും ഇറങ്ങി സ്നാനം കൊടുക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സ്നാനം എടുക്കുന്നതിന് 2 പേര് അവർ 20 വെള്ളത്തിൽ ഇറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് അവനെ പിന്നെ അസ്തോതിൽ കണ്ടു. പിന്നെ അവൻ ഫിലിപ്പോസിനെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ പൗലോസ് 3-ാം മിഷണറി യാത്ര പറഞ്ഞു വരുമ്പോൾ ഈ ഫിലിപ്പോസിന്റെ വീട്ടിൽ കയറിയപ്പോൾ സംഗതിയൊക്കെ മാറി. പുള്ളി വിവാഹമൊക്കെ കഴിച്ചു. 3-4 കുഞ്ഞുങ്ങളായി. 4 പെൺകുഞ്ഞുങ്ങളാണ്. പൗലോസും കൂട്ടരുത്. എത്ര പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. 1-2 ദിവസത്തിനാണ് കയറി. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ പോകാൻ തോന്നിയില്ല. ഏറിയ നാൾ അവിടെ തന്നെ വാർത്തു. കാരണം എന്താണെന്നറിയാം, അവിടെ ഭയങ്കര ആരാധനയാണ്. ഈ 4 കുഞ്ഞുങ്ങളും പ്രവാചകവും ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്താൻ പറ്റുന്ന പാട് നമുക്കറിയാം. 4 കുഞ്ഞുങ്ങളും പ്രവചിക്കുന്ന പുത്രിമാണ്. ആ മീറ്റിംഗിലാണ് ഒരു പ്രാവശ്യം അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് ദൈവദാസന്റെ കച്ച എടുത്തിട്ട് അരക്കി കെട്ടിട്ട് പറഞ്ഞു, ഞാനിത് പറഞ്ഞു, ഈ അരക്കച്ച കെട്ടിയിരിക്കുന്ന പോലെ പൗലോസേ നിന്നെ ബന്ധനസ്ഥനാക്കുവാൻ ചിലരവിടെ യെരൂശലേമിൽ കാത്തിരിക്കുന്നു. അതാ ഞാൻ പോകുന്നില്ല. വെറുതെ അടി കൊടുത്ത് അടി വാങ്ങിക്കണം. ഇതൊക്കെ നമ്മൾ ചോദിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞില്ലേ പിന്നെ പോകുന്ന അഹങ്കാരം. അല്ലെങ്കിൽ ഐക്യത്തിലെ അഹങ്കാരം കൂടുതലാണ്. ഇങ്ങനൊക്കെ പറഞ്ഞു പൗലോസ് പറഞ്ഞു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രിയപ്പെട്ട, ഇതാണ് ഡെഡിക്കേഷൻ. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തെ. ഒടുവിൽ കേസിന്റെ നാൾവഴികൾ പിന്നിട്ട് കൈസരെ അഭയം ചൊല്ലിയതുകൊണ്ട് താൻ റോമിലേക്ക് പോവുകയാണ്. കപ്പൽ കയറി 276 പേരുണ്ടായിരുന്നു. ഈ കപ്പലിനെ കടലിനെ ഇളക്കി അടിച്ചു തകർത്തു, പീസാക്കി. പട്ടിണി കിട്ടും. ആരാ? പൈശാചിക ശക്തി. ഒരു കാരണവശാലും ഇദ്ദേഹം റോമിൽ പ്രവേശിക്കരുത്. റോമിലാണ് വലിയ ശുശ്രൂഷയുള്ളത്. കാരണം റോമിലിരുന്ന് കാരാഗ്രഹത്തിലിരുന്ന് എഴുതിയ ലേഖനങ്ങൾ വായിച്ച് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നേ? സ്തോത്രം പറയുന്നേ. ദൈവം
നിയോഗിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗത്തിന് നിന്നെ ഇടയ്ക്ക് വേണ്ടി തകർക്കാൻ കഴിയില്ല. ഒരു അന്ധകാര ശക്തിക്ക്, ഒരു കൂടോത്രത്തിനും, ഒരു മന്ത്രവാദത്തിനും, ഒരു ആഭിചാരത്തിനും ഭൂമിയിലുള്ള ഒരു ശക്തിക്കും ഹല്ലേലൂയ നിന്നെ തകർത്ത് കളയാൻ കഴിയില്ലെന്നുള്ള ഓർത്തമാണ്. ഹല്ലേലൂയ. അതിൽ എല്ലാവരെയും കൊന്ന് രക്ഷപ്പെടുവാനൊക്കെ പട്ടാളക്കാർ ശ്രമിച്ചെങ്കിലും അതിനിടയിലും ഒരു പ്രത്യാശയുടെ ദൂത് പൗലോസ് പറഞ്ഞു, ഒറ്റ മനുഷ്യന് ഒരു കേട് സംഭവിക്കത്തില്ല. അങ്ങനെ അവർ റോമിലെത്തി. അങ്ങനെ വായിക്കുന്നു. കാരാഗ്രഹത്തിലായി. അവിടെ നിന്ന് അങ്ങോട്ട് എഴുത്തു തുടങ്ങി. എത്ര എഴുത്ത് ലേഖനങ്ങളാണ്, എത്ര നൂറ്റാണ്ടുകളായി പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഒന്നും പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഹല്ലേലൂയ. അത് ഇടിച്ചെടുത്ത ദൈവത്തിൻ്റെ ദാസനെ ഇടിച്ചു പിടിച്ച് കിട്ടിയപ്പോൾ കിട്ടിയ ജ്യൂസാണ് ഇന്ന് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നിന്നെ ഇടിച്ചു പിടിക്കുമ്പോൾ നിന്നെ ചക്കിൽ കൂടി കടത്തി വിടുമ്പോൾ മനസ്സിലായിക്കോണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിച്ച് ഏലിയാവിന്റെ ഹല്ലേലൂയ ആദരങ്ങളിൽ വന്നതായ ഓവൻ ചുട്ട ഇടയുണ്ടല്ലോ, അതിനൊരു സാക്ഷ്യം പറയാനുണ്ട്. ആവിയിൽ കുഴുങ്ങി അവിടെ പോലല്ല, കനലിന്മേൽ ചുട്ട ആദായം, കനലിന്മേൽ ചുട്ട ആട. ഭയങ്കര ക്ഷീണിച്ച് കിടക്കുന്ന ഏലിയാവിനെ ബലപ്പെടുത്താൻ സാധാരണക്കാരെ കൊണ്ട് പറ്റും. കാരണം ഏലിയാവ് ആരായിരുന്നു? കർമ്മലിന്റെ മുകളിൽ പ്രാർത്ഥിച്ച് തീ ഇറക്കിയ മനുഷ്യനാണ്. ഭയങ്കര കായിക ശേഷികളാണെന്ന് ഞാൻ ചിന്തിക്കും. കാരണം അദ്ദേഹം തന്നെ എത്ര പേരെ കൊന്നെന്നറിയാം. ഏതാണ്ട് 850 പേരെ വെട്ടിക്കൊണ്ടു. അന്നത്തെ കാലം അതാണ്, അങ്ങനെ ചെയ്യും അക്ഷരികളായിട്ട്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ധൈര്യശാലിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഡൗണായി. എല്ലാ ദൈവങ്ങളും ഉണ്ടാകും. പെട്ടെന്നൊരു രോഗവിവരം കേൾക്കുമ്പോൾ, പെട്ടെന്നൊരു സംഭവത്തെ പറ്റി കേൾക്കുമ്പോൾ, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ മനസ്സിന് ആഘാതം ഉണ്ടെന്നോ കേൾക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? തീരെ നമ്മൾ പോയി. എവിടെ വന്ന് കിടന്നറിയാം? സൂര്യച്ചെടിയുടെ കർത്താവിനെ ശക്തിപ്പെടുത്തണേ നല്ല പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? ഇപ്പോൾ മതി. ആ ഭാഗം എടുത്തവരൊന്ന് വായിച്ച് എടുത്തവർ കാണുമല്ലോ. സ്തോത്രം. ഇപ്പോൾ മതി യഹോവേ. രാജകുമാർ ഒരു പരിചയം ചെയ്തുമായിട്ട് ഒന്ന് രാജകുമാർ അതുള്ള അധ്യായങ്ങളോ പറഞ്ഞത് 19:4. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളും നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി അസാധ്യ അടയാണ്. പ്രത്യേകം എഴുതിയിട്ടുണ്ട് കനലിന്മേൽ. അപ്പൊ ഈ അട ഒരുപാട് വേദനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അടയ്ക്ക് ജീവനില്ലെന്നൊക്കെ ഉള്ള ആണെങ്കിലും ചില സമയത്ത് നിന്നെ ദൈവം അടയാക്കും. എന്താ എന്റെ കാര്യം? കനലിന്മേൽ അങ്ങനെ എന്ത് ചെയ്യും? ചൂടും. ചില ഭാഷ അങ്ങനെ പ്രസംഗിക്കരുത്, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് പറയാതെ നിവർത്തിയില്ല. ദൈവം ചെറുതെ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ എടുത്ത് ഓവനിൽ വെച്ച് ചുട്ടു തരും. ഹല്ലേലൂയ. അതിൽ നമ്മൾ വിളിച്ചോടാൻ പറ്റത്തില്ല കേട്ടോ. എന്തിനാ? ഹല്ലേലൂയ. എന്തിനാണ് ദൂരയാത്ര ചെയ്യാനുള്ള ഒരു ഭക്തൻ ഭയങ്കര തളർന്നു കിടക്കുക? ഹല്ലേലൂയ. എത്ര പേർക്ക് എൻ്റെ ആരും മനസ്സിലായി? ഈ അടയ ഒരു വ്യക്തിയായിട്ടൊന്ന് ഓർത്ത് നോക്കി. സ്തോത്രം. ആ വ്യക്തിയെ തിരിച്ചും മറിച്ചു വിട്ട് ചൂടണമെങ്കിൽ അയാൾ എന്തുമാത്രം വേദനയിൽ കൂടി കടന്നുപോയി പ്രിയപ്പെട്ടു. സ്തോത്രം. എന്തിനാ കർത്താവിന് തിരിച്ചു പോയിട്ടില്ല? ഒരു പദ്ധതി ഉണ്ടെന്നാണ് ദൈവം അങ്ങനെയുള്ളവരോട് പറഞ്ഞത്. ഒരു പദ്ധതി ഉണ്ട്. ഇപ്പൊ പറയത്തില്ല. നിന്നെ ദൂതന്റെ കയ്യിലോട്ട് കൊടുക്കും. ദൂതൻ നിന്നെ കൊണ്ടുവന്ന് ശക്തന്റെ കൈ കൊടുക്കും എന്ന് പറഞ്ഞാൽ നിന്റെ പ്രസൻസും
നിന്റെ വാക്കുകളുമായിരിക്കും അല്ലെങ്കിൽ അസാധ്യ ഭക്തരെന്ന് നാം വിചാരിച്ച ചിലരെ ജീവിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യമല്ല നോക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അങ്ങനെ ഒരാളെ ഒന്നും എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ടൊന്നും ആരെയും എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. സാഹിത്യം പറഞ്ഞുകൊണ്ട് പറ്റത്തില്ല. സമൃദ്ധിയുടെ ദൂത് പറഞ്ഞതുകൊണ്ട് പറ്റത്തില്ല. എന്തെല്ലാം ടൈപ്പ് ദൂതുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതിലേക്കൊന്നും നാം ഇപ്പം പ്രവേശിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും തളർന്നു കിടക്കുന്ന ഒരു എഴുന്നേക്കില്ല. എഴുന്നേറ്റാൽ തന്നെ അവന് ശക്തി കിട്ടുന്നില്ല. ഒന്നുകൂടെ ഭാഗം താഴോട്ട് വായിച്ചേ. രണ്ടാമത് യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ബാക്കിയെല്ലാം ചിന്തകളൊന്നും വിട്ടേ. നിന്നെ ഒരു അടപ്പരുവത്തിൽ ദൈവം ആക്കിയിട്ടുണ്ട്. എങ്കിൽ ഓർത്തു. ഹല്ലേലൂയ. ദൂരയാത്രയ്ക്ക് ദൈവം പദ്ധതി ഇട്ട ആരോ തളർന്ന ചൂരച്ചെടിയുടെ അണിൽ കിടക്കുക, എഴുന്നേക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഒരു പ്രവർത്തനത്തിനും അവരില്ല. എല്ലാത്തിനോടും വൈവൈ പറഞ്ഞ് ചാകാൻ കിടക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ഇടയായി, ഒരു സാന്നിധ്യമായി ദൈവം നിന്നെ അയക്കുമ്പോൾ ഈസി ആയിട്ട് നിന്നെ അയക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് ലോകം ചോദിച്ചെങ്കിൽ പിരിഞ്ഞു പോരത്തേ ഉള്ളൂ. കൈ കൊടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോരത്തേ ഉള്ളൂ. അതല്ല പദ്ധതി, അതല്ല പദ്ധതി, അതിനപ്പുറത്താ പദ്ധതി. ഹല്ലേലൂയ. ഓ, ഏലിയാവിനെ പോഷിപ്പിക്കാൻ സാധാരണ ആപത്തിന് കഴിയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമം. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. മാനസികമായി തകർന്നിരിക്കുന്നവരോടുണ്ട്, ശാരീരികമായി ക്ലേശത്തിൽ കൂടി പോകുന്നു, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരോട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒരു സഫലമാണ്. രണ്ടാമത് അപ്പം കഴിച്ചു. എന്നെ ബലപ്പെടുത്തിയ വിഷയം ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് ഇതുപോലൊരു ആഹാരം ഇന്ന് വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. ഇസ്രായേൽ മക്കൾക്ക് പോലും ദിവസം രാവിലെ എന്ത് ചെയ്യണമായിരുന്നു? എല്ലാവിധ പ്രോട്ടീനും. പിന്നെ ഏരിയ ഇടയ്ക്കൊന്നും കഴിച്ച് നമ്മൾ വായിക്കുന്നില്ല. അവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഈ ചുട്ട ഇടയുടെ ദൈവം നിന്നെ ചുട്ടെടുക്കുമ്പോൾ ഓർത്തോണം, നിന്റെ പ്രസൻസ്, നിന്റെ വാക്കുകൾ, നിന്റെ പ്രാർത്ഥനയൊക്കെ അത് മതി ഒരുത്തിന് ഒരു കൊല്ലം ചെയ്യുക. നിന്റെ ആ സാക്ഷ്യത്തിന്റെ വാചകം മതി പ്രിയപ്പെട്ടവര്. ഹല്ലേലൂയ. ചിലരനെ തൂങ്ങിക്കിടക്കുക ഇപ്പോഴും ഓർത്തോണം. ഹല്ലേലൂയ. ചുമ്മാതെ ക്രിസ്ത്യജീവിതം നടക്കത്തില്ല. ചുമ്മാതെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഓട്ട് സൂട്ടും ഒക്കെ ഇട്ട് ശുശ്രൂഷിച്ചു, അതിനൊന്നും ഞാൻ എതിരല്ല. സ്തോത്രം. നല്ല രീതിയിൽ തന്നെ വസ്ത്രധാരണം ചെയ്തു. നമുക്കല്ലാത്ത വസ്ത്രമൊന്നും ഇല്ല. പക്ഷെ സാഹിത്യം പറഞ്ഞു, മനുഷ്യനെ ഇട്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കൊന്നും അധികം ആയുസില്ലെന്ന് ഓർത്തു. അനുഗ്രഹത്തിന്റെ ദൂതുകൾ മാത്രമല്ല കേൾക്കേണ്ടത്. ഇങ്ങനെ കൂടെ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ആ പദ്ധതിയിൽ കൂടി ദൈവം കടത്തിവിടുന്നു. ചിലരങ്ങനെയൊക്കെ കടന്നു പോകുന്നതിലൂടെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ആരെയോ ബലപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. He is strengthening you. God is strengthening you. ദൈവം നിന്നെ ബലപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാമോ? ദൈവം, നിന്റെ ശരീരം ഇപ്പോൾ ബലഹീനമാണ്, നിന്റെ ശരീരത്തിന് രോഗമുണ്ട്, നീ ഇപ്പോൾ സാമ്പത്തികമായി ഹല്ലേലൂയ ബുദ്ധിമുട്ടിലാണ്, പലവിധ ഭാരങ്ങളെ അകത്തുണ്ട്. But God is strengthening you. ഹല്ലേലൂയ. എന്തിന്? ഹല്ലേലൂയ. എന്തിനാണ്? ഹല്ലേലൂയ. Go to comfort others. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാന രീതിയിൽ പോകുന്നവരെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുവാൻ ദൈവം നിന്നെ ഒരു ചുട്ട അടവുപോലെ ആക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. അതിൽ കൂടി കടന്നു പോകുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കാം, നിനക്ക് വേദന അനുഭവിക്കാം, നിനക്ക് ഹല്ലേലൂയ ശരീരത്തിൽ ഹല്ലേലൂയ പലവിധമായ ക്ലേശം അനുഭവിക്കാം, നാല് ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാം. എന്നാൽ ഹല്ലേലൂയ അങ്ങനെ ദൈവം നമ്മളെ
ഞാൻ പറഞ്ഞ 2-3 സ്റ്റെപ്പാണ്. ഒന്ന്, നിരാശ. അതിൽ നിന്ന് കര കയറണമെങ്കിൽ ആശ്രയമാണ്. നമ്മൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പ്രത്യാശയിലേക്ക് വരാൻ പറ്റത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഈ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിൽ ഡിപ്പെൻഡ് അല്ല, നമ്മളിലായിരിക്കുന്ന വിഷയം. നമ്മൾ ആശ്രയിക്കണം. ആശ്രയിച്ചോ എന്ന് പറഞ്ഞ ദൈവം ബലവാനായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എന്താണ് താഴോട്ട് വായിച്ച് അതല്ല കുറഞ്ഞില്ല എന്തെങ്കിലും മടങ്ങില്ല. ഹല്ലേലൂയ. ഇതാണ് കൺക്ലൂഷൻ. ആദ്യം ചിന്തിച്ച എന്താ? ഞങ്ങൾ മരിക്കുമെന്ന് തീർന്നുവെന്ന് ഞങ്ങൾ ഉള്ളിൽ ചെയ്യും. പക്ഷെ ഇവിടെ പറയുന്നോ വിടുവിക്കുമെന്ന്. അല്ല, ഇവിടെ പോകാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സഹോദരൻ ദൈവം വിടുവിക്കും, സഹോദരി ദൈവം വിടുവിക്കുമെന്ന്. നീ ദൈവത്തിനല്ലേ സേവിക്കുന്നത്? ഇന്ന് രാത്രി ഞാനല്ലേ സംസാരിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടുകൂടിയാണ് സംസാരിക്കുന്നത്. അല്ല, ഇത്ര ഭയങ്കര മരണത്തിലുള്ളൂ. ഒരുപക്ഷെ മരണകരമായ രോഗമോ വ്യാധിയോ എന്തായിക്കൊള്ളട്ടെ, എല്ലാം നിനക്കുണ്ടെങ്കിലും ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ഇന്നലെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്നെന്താകും? അവൻ വിടുവിക്കും. ആ വാക്കോടെ വായിക്കാൻ നിർത്താം. വായിക്കേ. ഹല്ലേലൂയ. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. വൈ യു ആർ സോ ഫിയർഫുൾ? നിങ്ങൾ ഇത്ര ഭീരുക്കളാകാൻ എന്താ? ശിഷ്യന്മാരോട് ചോദിച്ചാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവെ, എനിക്ക് അങ്ങനെ ആശ്രയിക്കണമെന്നുണ്ട്. പലപ്പോഴും എല്ലാവരും തങ്ങളുടെ ദിവസം നോക്കാം.